ചെമ്പടയ്ക്ക് കാവലാളായി, സമരധീര സാരഥിയായി, പടയുടെ പടനായകരായി പിണറായി വാഴ്ത്തി 100 വനിതകൾ ആലപിച്ച സംഘഗാനം കേട്ടുകൊണ്ടായിരുന്നു വേദിയിലേക്കുള്ള പിണറായി വിജയന്റെ വരവ്. ബാക്കി മുഖ്യമന്ത്രി ഇരുന്നാസ്വദിച്ചു. മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ അധിക്ഷേപം തുടരുമ്പോൾ കേൾക്കുന്ന ലേശം പുകഴ്ത്തൽ. സ്തുതിപാഠകർക്ക് പ്രത്യുപകാരം ചെയ്യില്ല എന്ന മുഖ്യമന്ത്രിയുടെ വാദം പൊളിയുന്ന വിവരങ്ങളാണിപ്പോൾ പുറത്തുവരുന്നത്. സ്തുതിഗീതം രചിച്ച ചിത്രസേനൻ ക്ലറിക്കൽ അസിസ്റ്റന്റായി വിരമിച്ച ആളാണെന്നും ധനവകുപ്പിൽ ഇപ്പോൾ സ്പെഷ്യൽ മെസ്സഞ്ചറായി പുതിയ നിയമനം ലഭിച്ചുവെന്നുമാണ് പുറത്തുവരുന്ന വാർത്ത. 9 വർഷങ്ങൾക്ക് മുൻപ് അധികാരത്തിലേറുമ്പോൾ ഭരണതലത്തിൽ പ്രത്യക്ഷപ്പെടാവുന്ന അവതാരങ്ങളെക്കുറിച്ച് ആശങ്കപ്പെട്ട മുഖ്യമന്ത്രി പിന്നീട് ക്യാപ്റ്റനും ഇരട്ടച്ചങ്കനും കാരണഭൂതനും ഇപ്പോൾ ഫീനിക്സ് പക്ഷിയുമാകുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. ആസ്വദിക്കാൻ ആളില്ലെങ്കിൽ ഒരേ താളത്തിൽ പാട്ടുകളുണ്ടാകുമോ? വാഴ്ത്തുകാർക്ക് നല്ല കാലമോ എന്നതാണ് ചോദ്യം.